ചേച്ചി, ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിൽക്കി ചേച്ചി, ഞാനിവിടെ സഹായിക്കാം. അയ്യോ വേണ്ട മോളെ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. മോള് പൊക്കോ, മോള് കഴിക്കാൻ എടുക്കണ്ടേ? വേണ്ട ചേച്ചി, എനിക്ക് കഴിക്കാൻ വേണ്ട. പിള്ളേരിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരെ അവർക്ക് കൊടുക്കാറ്. ഏട്ടാ വന്നിട്ട് ഞങ്ങൾ കഴിച്ചോളാം. ഇവിടെ ഞാനും സഹായിക്കാം. വേണ്ട ചേച്ചി, ഇത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ദേ കുട്ടികളെ വന്നിട്ടുണ്ട്, കുതിര തിരക്കുക. കുഞ്ഞെ കൊടുച്ചെന്തേ? അവരെത്ര വട്ടം നിങ്ങൾക്ക് വന്നു? ഇല്ല ചേച്ചി, ഞാനൊന്ന് പോയിട്ട് വരാം. ആഹാ, എല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കുവാണോ? അമ്പലത്തിൽ പോയി ഇപ്പോഴാണോ നിങ്ങൾ വരുന്നേ? എന്താ ഇത്ര നേരത്തെ വന്നേ? ആന്നേ, അമ്പലത്തിൽ കയറിയായിരുന്നോടാ നീ? അതോ കയറാതെ വന്നോ? എന്താ ഉടുപ്പൊന്ന് മാറാതെല്ലാം നിൽക്കുന്നേ? അവരമ്പലത്തിൽ പോയിട്ടാന്ന് വന്നേ, കാര്യസ്ഥം കൂടെ ഉണ്ടായിരുന്നു. ആനന്ദാ, ഇങ്ങനെ ഉണ്ടായിരുന്നു അമ്പലമൊക്കെ? നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെപ്പോഴല്ലേ തള്ളേ. ആൻറ്റി എങ്ങനെയുണ്ട് എൻ്റെ? സൂപ്പർ, ഡ്രസ്സല്ലേ അടിപൊളിയായിട്ടുണ്ട്. പോരെ? അതെന്താ തള്ളേ, എൻ്റെ തോളൂര് നിങ്ങളെന്താ എന്നെ കുറിച്ച് പറയാത്ത? ഇത്ര സെറ്റായിട്ട് മുണ്ടകളുണ്ടെങ്കിലും എന്നെ കണ്ടിട്ട് അവർക്കൊന്നും തോന്നല്ല. സാധനമാണ്. വായ നീ കേട്ടോ, എൻ്റെ കുഞ്ഞ് പണ്ടേ സുന്ദരനല്ലേ? ഞാൻ കയ്യിലിട്ട് വളർത്തിയല്ലേടാ നിന്നെ. നന്നായിട്ടുണ്ട്, പിന്നെ നന്നായിട്ടുണ്ട്. എൻ്റെ മോളെ താരേ, നീ എന്തായാലും ഉടുപ്പൊന്ന് മാറാതിരിക്കുന്നേ. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വാ, കഴിക്കാൻ നമുക്ക്. അത് പിന്നെ അമ്മ, നമ്മളെല്ലാവരും കൂടെ പുറത്തൊന്നും കാണാനൊക്കെ പോകാൻ വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുക. പുറത്ത് പോകുന്നു, ഒന്നും കഴിക്കാതെ പിള്ളേരെ. കഴിച്ചിട്ട് നാളെ വല്ല പോവാത്തേക്ക് പോവാ. മായമ്മ എന്തോ അമ്മ ഇവിടെ വന്നത്. ഞങ്ങൾ എത്ര ദിവസം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. മാമ പ്ലീസ് ഞങ്ങൾ പൊക്കോട്ടെ. മുത്തശ്ശി നിങ്ങളൊക്കെ ഇതൊന്ന് പറ. അവർ പോണെങ്കിൽ പോട്ടടി. പിന്നെ നീ എന്താ പോകുന്നില്ലേ? ഇല്ലച്ചമ്മേ, ഏട്ടൻ എന്തായാലും ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടെ പോയാൽ ഏട്ടനിവിടെ ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന് വെച്ചു. ആഹാ, ബെസ്റ്റ്. അപ്പം നല്ല അടിപൊളി ആളാ താരേച്ചി. ഇനി അവൻ വരാത്തൊരു കുറവും കൂടെ ഉള്ളൂ. അല്ലെങ്കിൽ ചേട്ടന് കൂട്ടായി. എനിക്ക് കൂട്ടോ? അതിനെന്താണ് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക്? അളിയാച്ചു അവനെന്തുവാടാ, ഭയങ്കര സാധനമാണോ എൻ്റെ കമ്പനിക്ക്? എടാ പൊന്നു പോയാൽ നിന്നെ അവള് മാറിയിട്ട് വാരിയത് അതല്ല. അവൻ ഭയങ്കര സാധനമൊന്നുമല്ല, ഒരു അമിട്ടല്ല ആറ്റർ സാധനമാണ്. നിനക്ക് പരിചയപ്പെടാം. അവനാണ് നമുക്ക് പരിചയപ്പെടാം. സമയം ഇവള് നിന്റെ അനീതി ഇത് എവിടെയാടാ? ഇവള് തെത്ത എടിയാ സ്റ്റെപ്പിൽ കിടന്ന് തത്തേ കളിക്കാതെ ഒന്ന് പറഞ്ഞിട്ട് വാടിങ്ങോട്ട് വാകുക്കി. വന്നു എൻ്റെ പൊന്നിയേട്ടനെ തിന്നുന്നില്ല വിളിച്ച്. ഓക്കെ പോവാ. അനുവിൻ്റെ തല ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? ഈ പ്രസവിക്കുന്ന മേളുള്ള റൂമിൽ ഒന്ന് വേഗം വാ. എൻ്റെ പൊന്നു മോളൊന്ന് മുള്ളാൻ മുട്ടിയപ്പോൾ ഒന്ന് പോയതാ. ഓക്കെ ഞാൻ റെഡി, വാ നമുക്ക് പോകാമല്ലോ. ആൻറ്റി നിങ്ങൾ പോയിട്ട് വരട്ടെ. നിൽക്ക് ഒറ്റയ്ക്കോ? അവനോ ദേവുണ്ടല്ലോ നിങ്ങൾ? ഞാൻ ഇവിടെ പോകുന്നുണ്ട്, പോരെ? ഇനി പോവാലോ. മോനെ ദേവൂട്ടാ, നീയും പോകുന്നുണ്ട് അവരോടെ? മോൻ പോകണ്ട, അമ്മൂമ്മയ്ക്കോട് സംസാരിക്കുന്നുണ്ട്. അത് പിന്നെ മാമ, ഞാൻ പോയാൽ ശരിയാവില്ല. താരയ്ക്കും അർജുനും ശരിയാവില്ല. ഇവർ പിള്ളേരല്ലേ. ഞാനിവിടെ പിന്നെ പോയി നാടകം കണ്ടിട്ടൊക്കെ വരാം. താര പോവാം. അല്ല ദേവേട്ടാ, എന്നാലും ദേവായിട്ട് ഇവിടെ ഇരിക്കാം. അവർ പോയിട്ടൊക്കെ വരില്ലേ? ഏട്ടൻ വരുന്നവരെ ഞാൻ ഒറ്റയ്ക്കല്ലേ, നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം. അതുപോലെ മോളെ, അമ്മ അത് പറ്റൂല അമ്മ. എങ്ങനെ ഞാൻ പിള്ളേരെല്ലാവരും ഒറ്റയ്ക്ക് വിടുന്നേ? ഇവരുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമുള്ളൂ. അപ്പം മന്ത്രിയോടൊക്കെ സംസാരിക്കും. പിന്നെ എല്ലാവരും പോകണമെങ്കിൽ കൊള്ളാൻ സൂക്ഷിച്ച് വരണം. പിന്നെ കുക്കി നല്ല അടിപൊളിയായിട്ട് ദാവടി സുന്ദര കുട്ടിയായിട്ട് എൻ്റെ പൊന്ന്. കണ്ണ് വയ്ക്കാതിരിക്കട്ടെ കേട്ടോ. താങ്ക് യു. ഇവനെന്താ ഒരു കുണുകുണു? എന്താ മിസ്റ്റേക്ക് വീണ്ടും തുടങ്ങിയോ? ഇടി അനു ടീ. എന്തോ എടി നിന്റെ ചേട്ടനെ എൻ്റെ അനിയത്തിയായിട്ടൊരു കുണുകുണു. അവരെ കുണുകുണു നിങ്ങൾ ഇപ്പൊ കാണുന്നേ ഉള്ള? അല്ല, അവര് കുണുകുണിക്കണ്, നമ്മക്കും വേണ്ട ഒരു കുണുകുണു. കൂടുതൽ കുണുകുണിച്ചാലേ ആ കുണുകുണുവിനെ സുട്ടിടുമേ. വേണോ മോനെ? വേണ്ട എനിക്ക് ആവശ്യമുണ്ട്. നല്ല കുട്ടി. അജു കിട്ടിയോടാ മോനെ? ഇല്ലളിയാ, ചോദിച്ചു വാങ്ങിച്ച്. വേണമെങ്കിൽ കുറച്ച് നിനക്കൂടെ തരാം. വാതറ ഗൗരി വായിക്കാത്തിട്ട് തരാം. പോടാ ഇറങ്ങി. എനിക്ക് വേണ്ടടാ. നല്ല അനുഭവിച്ചോ, നല്ല മോൻ. ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് പോകണ്ടേ? ഉച്ചയ്ക്ക് മുന്നേ ഇങ്ങ് എത്താനുള്ളതാ. അമ്മ നമ്മളിന്ന് അങ്ങോട്ട് പോയിട്ടോട്ടെ. മോനെ പോയിട്ടോ. മക്കളെ അജു ദേവൂട്ടാക്കി സൂക്ഷിച്ചോണ്ടേ. അജുവിനെ കുക്കിങ് പിള്ളേരൊക്കെ ഞാൻ തന്നേക്കുക. എന്നാ അമ്മ, എനിക്ക് സൂക്ഷിക്കാൻ എന്നെ അറിഞ്ഞൂടാ. പിന്നെ കുക്കിരി ആരും ഞാൻ നോക്കിക്കോളാം. അല്ലേ മോളെ കുക്കി? നമ്മൾ നോക്കണം. അപ്പം ഇതിന് ടെൻഷൻ അടിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് ദേ വന്നു.
ആ പോകുന്നേ കൊള്ളാം. മോന് ദേവൂട്ടാ. അറിയാം, എല്ലാം അറിയാം. പിള്ളേരെ വാ. ഓ പോണ പോലെ തിരിച്ചു വന്നാൽ മതി. ആ വഴി നീ നാട്ടിൽ പോകാതിരുന്നാൽ മതി. എല്ലാം കൂടെ ഇങ്ങനെ ഓരോന്ന് ആ ഓടി പിള്ളേരെ ഇട്ട് ഓരോന്ന് പറഞ്ഞവള്. വാവ് ചേച്ചി, എന്താ അടിപൊളി ചേച്ചി ഇവിടെയൊക്കെ. ഞങ്ങളവിടെ ഇതൊന്നുമില്ല. കുക്കി കൊണ്ടോടി അവിടെ ഇല്ലടി. സത്യം ഞങ്ങളുടെ കുറേ ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിന് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ചേച്ചി? എന്ത് ഭംഗിയാ ചേച്ചി, ഇത് കാണാൻ സൂപ്പർ. ഹാ ഇതൊക്കെ എന്ത് ഭംഗി. കുട്ടനാടിൻ്റെ ഭംഗി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഷേ അത്രയ്ക്ക് അടിപൊളിയാടെ. അടിപൊളിയാണെന്നാ സിറ്റി കിടന്ന് വളർന്ന ആണെന്ന് എനിക്ക് എന്തറിയാം. ഇതൊക്കെ എല്ലാവരും പോലെ എൻ്റർടൈൻമെൻറ്റാ. സിറ്റി കിടന്ന് വളർന്നെങ്കിൽ ഞാൻ നാട്ടിലൊരു പെൺകൊച്ചിൻ്റെ തന്നെ കിട്ടും. എൻ്റെ അജു സെറ്റാക്കി തരും. അല്ലേ അജു സെറ്റാക്കി തരൂലേ നീ? എവിടെ നിന്ന്? എനിക്ക് നേരെയില്ല. കിട്ടൂടാ അവന് പെണ്ണിന് എവിടെ നിന്ന്? എവിടെ നിന്ന് കിട്ടാൻ നിനക്ക് തോന്നുന്നത് അവന് പെണ്ണിന് കിട്ടുമെന്ന്? പെണ്ണേ കിട്ടൂല. നിനക്ക് പെണ്ണേ കിട്ടൂല. മാക്രി നിനക്കറിയില്ല. ചുമ്മാ നമ്മൾ മാക്രി വിളിക്കണം. മാക്രി ഇപ്പോൾ നടക്കുന്നേ. പെണ്ണും കിട്ടില്ല മോനെ, കിട്ടില്ല. ആഹാ എനിക്ക് പെണ്ണിട്ടില്ലേ നിനക്കും കിട്ടൂല. കിട്ടാരിയുടെ കാര്യമൊക്കെ എനിക്കറിയാം. പറയട്ടാ, കഴിഞ്ഞ 2 വർഷം മുന്നേ ഒരു ഡിസംബർ രാത്രിയിൽ ഏട്ടായിയും ബാവച്ചിയും പറയണോ? ഏട്ടായും ബാവച്ചിയോ? 2 വർഷം? ഏട്ടാ പുല്ലേപ്പടാ. അമ്മൻ്റെ പൊന്നുമോളെ അങ്ങനെ ഒന്നും പിന്നെ പറ്റ കഴിഞ്ഞ കാര്യമില്ലേ? ഇത് മിണ്ടാരി ഇവിടെ നെഞ്ചത്തൂടെ കയറും. ഒന്നുമില്ല, വാ മോളെ. എൻ്റെ കുട്ടി, എൻ്റെ പൊന്നല്ലേ. ഈ വീട് മനുഷ്യ ഈ വന്നേക്കുവാ. ചേച്ചിയുടെ അടുത്തല്ലേ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് ചേച്ചിയുടെ വീടിൻ്റെ ബാക്കിൽ? ആ കുളമൊക്കെ ഉണ്ട്. അത് കുഞ്ഞു കുളമല്ലേ? വലിയ കുളം അങ്ങ് തറവാട്ടിലാ പിള്ളേരെ. എൻ്റെ അവിടെ കുളമൊക്കെ ഉണ്ട്. നല്ല രസമാശേ. ആണോ ചേച്ചി? എന്ന് നമുക്കങ്ങ് പോവാം ചേട്ടാ. അതെ കുട്ടി പറഞ്ഞോളാം, നമുക്ക് പോവാടി. വെറുതെ ഇപ്പോൾ കണ്ടിട്ടൊക്കെ വരാം അല്ലേ? ഓക്കെ. അതെ ഞാൻ റെഡിയാ ചേച്ചി. പോയാലോ? പോവാ. പക്ഷെ അവിടെ കൂടെ വണ്ടി പോകൂല. ദേവേട്ടാ പോയാലോ എന്നാ? പോവാല്ല. പോകുന്നേ കൊള്ളാം. തിരിച്ച് നേരത്തെ വന്നാൽ മതി. പിന്നെ കുളത്തിലെന്ന് പറഞ്ഞാൽ ആരും നിൽക്കണ്ട. പിന്നെ നടന്നോ? ശരി പിള്ളേരേതാ ഈ വഴി നടന്നാൽ മതി. കുപ്പിച്ചില്ലൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു പോണ പിള്ളേരെ. അത് മാത്രല്ല അർണവേ, അളിയ സുഖാണോ നിനക്ക്? എത്ര നാളായി? ഓ ഇവനോ? എന്തൊരു കാണേ ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പൊ പറഞ്ഞു തരുന്ന കാലം എത്തിയല്ലോ. ഇവന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നല്ലേ ചേച്ചി? പിന്നെ അല്ലാതെ അതല്ലേ രാവിലെ അവിടെ കന്ന് മൊഴിഞ്ഞത് ഏട്ടൻ വരുന്നുണ്ടെന്ന്. പിന്നെ ആ ഒരു കുറവും കൂടെ ഉള്ളു. ഒന്നാമതേ വീടിന് സൗകര്യമില്ല. ഇവനും കൂടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ. ഹായ്, എല്ലാരും എന്താ ഇങ്ങനെ വെറുതെ നിൽക്കുന്നേ? രാവിലെ കറങ്ങാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? നീ വന്നാലും ഞാൻ അറിഞ്ഞറിഞ്ഞവേ. നിനക്കിങ്ങനെ സുഖമാണോ? എനിക്ക് സുഖം തന്നെ. പിന്നെ നിനക്കെങ്ങനെ ഉണ്ട്? അടിപൊളിയാണോ ഇപ്പോൾ ലൈഫൊക്കെ? പിന്നെ എൻ്റെ ലൈഫൊക്കെ അടിപൊളിയാണ്. അടിപൊളിയാതെ എങ്ങനെ ഇരിക്കുന്നേ? ഇപ്പൊ കുറച്ച് ഹാപ്പിയൊക്കെ ഉണ്ട്. ഇതാരാ? ഒരു സുന്ദരി കോത. താരാ? ഇതാരാ? എൻ്റെ ഫ്രണ്ടാണോ? ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ലേ കുട്ടീനെ? നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണോടി? എന്താടി പേര്? എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. ഇത് അജുവേട്ടൻ്റെ പെങ്ങളാ, അദ്വിക. ഓ അജു നിന്റെ പെങ്ങളാണല്ലേ? എന്താ പറയില്ല. മോളെ അദ്വിക, ഞാൻ മിഥുൻ. ഹായ് ചേട്ടാ. അവരുടെ ഒരു ഹായ്. ഞാൻ അദ്വിക വിശ്വനാഥ്. ഓ ഇവനൊരു മാറ്റമല്ലല്ലോ ചേച്ചി. ഭാഷണത്തിനൊക്കെ കൂടുതൽ അവന്. ചുമ്മാ ജയിലിൽ കിടന്നതിൻ്റെയൊക്കെ ഒരു ഇതല്ലടി. പിന്നല്ലാതെ എന്തുവാ? ജയിലിൽ കിടന്നു? ഇവൻ ജയിലിലായിരുന്നോ? എന്താ നിങ്ങളെ സീനാണോ അവൻ? അയാൾ കുറച്ച് ജയിലിലേക്ക് കിടന്നിട്ടുണ്ട് ചേട്ടാ, ഒരു പെണ്ണിൻ്റെ കാര്യത്തിന്. അതൊക്കെ. ഓഹോ അങ്ങനെയാണ് എൻ്റെ ഹിസ്റ്ററി. പിടിച്ചോളാം. പിന്നെ കുക്കി, നമുക്ക് പോയാലോ? ഇവിടെ നിന്നാ മതിയോ? പോവാം നമുക്ക്. നമുക്ക് പോവാം. ഇവിടെ നിൽക്കുന്നതും കാട്ടി പോവാലോ? നടക്കാം ചേച്ചി, നമുക്ക് പോവാം. വേഗം വാ അങ്ങോട്ട്. ഇവനിതാരെയും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നാലും അദ്വിക, ഇവനിത് ഇവിടെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അമ്മയും പെങ്ങനെ തിരിച്ചറിഞ്ഞൂടാത്ത നായ. എൻ്റെ കണ്ണിന്. അദ്വിക
എന്താ എന്താ സാറേ ഇതിനെ പേടിപ്പിക്കുമല്ലോ? ഞാൻ പേടിച്ചു പോയി. എന്താ കാല്? കുക്കി മോളെ കാലെന്ത് പറ്റിയടി? മോള് തിരക്കണേ നോക്കട്ടെ. അത് പിന്നെ ഏട്ടാ എൻ്റെ കാലെന്തോ കയറിക്കൊണ്ട്. അത് കുഴപ്പമില്ല, ചെറിയൊരു വേദനയുള്ളൂ. അയ്യോ മുറിഞ്ഞിട്ടുണ്ട് മോളെ, കാണിക്കേ നോക്കട്ടെ ഏട്ടൻ. അതെ നോക്കട്ടെടി, ഇവിടെ കാണിക്കും. അയ്യോ ഇടി മുറിഞ്ഞിട്ടുണ്ട്, നല്ല ബ്ലഡ് വരുന്നുണ്ടല്ലോ ഏട്ടാ. അയ്യോ അദ്വിക കാലൊരുപാട് താരാ എടി കാലൊരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്ത് ചെയ്യും? അത് പിന്നെ ഏട്ടാ ഇത് കുപ്പിച്ചിലുണ്ടതാ, പേടിക്കാനൊന്നുമില്ല. സെപ്റ്റിക്കാവുന്ന നേരെ നമുക്ക് തറവാടിലേക്ക് പോകാം. വാ. അല്ല നിങ്ങളെല്ലാവരും എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ എന്തായാലും തറവള്ളിക്ക് പോവായിരിക്കുക. കാത്തിരിക്കാനാ ഞാൻ തന്നെ വേണ്ട, നീ കൊണ്ടുപോകണ്ട. ഇവിടെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അദ്വിക നീ വാ, ഞാൻ ഒന്ന് തറവാടിലേക്ക് ആക്കാം. ഈ കാലും വയാണ്ട് ഇനി റോഡ് ചുറ്റാൻ നടക്കണ്ട. വാടി ഇവിടെ ഇങ്ങോട്ട്. അയ്യോ ഞാൻ പോട്ടെ. ആ ചെല്ല്, നീ ദൗഡനോടെ പോയാൽ മതി. കാല് സൂക്ഷിച്ചോണേ, നോക്കി നടക്കത്തില്ല അവള്. അളിയാ നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോളാം അളിയ, നിങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി. അദ്വിക വാ. ചേച്ചി പോയിട്ടൊക്കെ ഞാൻ വരാം. കാല കെട്ടിട്ട് ദേ വരുന്നു കേട്ടോ. വേണ്ട മോളെ, കാല കെട്ടിട്ട് വരണ്ട. ഇനി സ്ട്രെയിൻ കൊടുത്താൽ ബ്ലഡ് ഒരുപാട് പോകും. നമ്മൾ അങ്ങോട്ട് വരാം പോരെ? വേണ്ട ചേച്ചി, നിങ്ങൾ കണ്ടിട്ടൊക്കെ പതുക്കെ വന്നാൽ മതി. അനു ഞാൻ വന്നോളാം. വേണ്ട നീ പൊക്കോ, ഞങ്ങൾ കണ്ടിട്ടൊക്കെ വന്നോളാം. അതുപോലെ നമുക്കെല്ലാം കൂടെ ഒരു ദിവസം പിന്നെ പോവാം ഏട്ടാ. ആടി ഞാൻ നോക്കിക്കോളാം. അദ്വിക നീ വാ പോവാ. ഓ ഇങ്ങോട്ട് വാടി. കയറ്. ഇങ്ങോട്ട്? ചി എൻ്റെ തലയിലോട്ട്. ഇങ്ങോട്ട് കയറടി വണ്ടിയിൽ മുണിക്കൊണ്ട് നിൽക്കാതെ. ഓ സോറി. പിടിച്ചിരിക്കാൻ ഇനി പറയണോ? ഓക്കെ. എവിടെ പിടിച്ചിരിക്കാനാണ്? എൻ്റെ നെഞ്ചത്ത് ഇറക്കി പിടിച്ചിരിക്കടി, മറിഞ്ഞ് വീഴാതെ, കിണ്ണാരം ചൊല്ലോണ്ടിരിക്കാതെ. ഓ സോറി അച്ഛൻ തിന്നു ഇയാള് ഇങ്ങനെ ഒന്ന്. ഓക്കെ പിടിച്ചിരുന്നോ, വണ്ടി എടുക്കാൻ പോവാ. നീ ഓക്കെ ആണോ? ഡേ ഞാൻ ഓക്കെയാണ്, പൊക്കോ. രണ്ടും അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടാ. പെർഫെക്റ്റ് ജോഡീസ് അല്ലേ? നമുക്ക് അടുത്തൊരു കല്യാണം കഴിപ്പിക്കാം. വെയിറ്റ് ഫോർ ഈച്ച് ദർ. കെട്ടിക്കാലോ നമുക്ക്. ഈ പോയ പിള്ളേർ ഇത്ര പെട്ടെന്ന് വന്നോ? അത് കൊള്ളാമല്ലോ. അത് തന്നെ, നിങ്ങൾ അവരെവിടെ കൂടെ വന്ന പിള്ളേരെ കളഞ്ഞോ അവിടെ വെച്ച്? കുക്കി എൻ്റെ കാലെന്താ പറ്റിയത്? അയ്യോ ബ്ലഡ് വന്നുണ്ടല്ലോ. അയ്യോ മോളെ ഒരുപാട് ചോര വരുന്നടാ. കാലെന്താ പറ്റിയടാ? ഈ നോക്കട്ടെ, അതിനെ നോക്കട്ടെ മോളെ. എടാ തേകൂട്ടാ. അമ്മ ഒന്നുമില്ല, അവളെ കാലൊന്നും ചെറുതായിട്ട് കുപ്പിച്ചില്ല കൊണ്ടു. അപ്പോൾ അതിൻ്റെതാ. ബാക്കിയുള്ളവരെല്ലാം പിറകെ വരുന്നുണ്ട്. ചെറിയൊരു മുറിവാ, അത് കുഴപ്പമില്ല, ഇങ്ങനെ പേടിക്കാൻ അല്ലേ? എന്തല്ലേന്ന് ഈ സെപ്റ്റിക് ആവുന്ന മോള് പോ, റൂമിലോട്ട് പോ, അല്ലെങ്കിൽ മോളിവിടെ ഇരിക്കും. അമ്മ പോയി ഇതെടുത്തിട്ട് വരാം, ബാൻഡേജ് എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട ആൻറ്റി, കുഴപ്പമില്ലെന്നേ, ഒരു കുഴപ്പമില്ല. അത് ചെറുതായിട്ടൊന്നും പറഞ്ഞില്ല, ഇത് വേദനയൊന്നുമില്ല. ഓ അയ്യോ ദൈവമേ, ഞാൻ തീർന്നു. അമ്മ എന്നെ തിന്നു. അമ്മ ചെറിയൊരു മുറിവ്. നിർത്തടി, അവളുടെ ചെറിയ മുറിവ്. ചെറുതായാലും വലുതായാലും നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് കുക്കി, നടക്കുമ്പോൾ നോക്കി നടക്കാം. നിന്നെ ഇന്നലെ പറ്റിയിട്ടാടി, എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊണ്ട് ഒറ്റയ്ക്ക് നടത്തിക്കോ. ഇനി അമ്മ കാല് വേദന കൈ വേദന എൻ്റെ അടുത്ത് വന്ന ആടിച്ച് പൊട്ടിക്കും. അമ്മ അറിയാതെ പറ്റിയത്, ഇങ്ങനെ വഴക്ക് പറയല്ലേ ആൻറ്റി. പോട്ടെ, ഇടിച്ചുമാരിക്കുന്ന വഴക്കുറയത്. പോട്ടെ, എൻ്റെ മക്കളെ പോയി റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിൽ വാ, ആൻറ്റി കെട്ടിത്തരാം എൻ്റെ പൊണ്ണിന്. വേണം ആൻറ്റി, ഇത് ചെറിയ മുഖമല്ലേ, ഞാൻ പൊക്കോളാം. ഞാൻ റൂമിലേക്ക് പൊക്കോളാം, കുഴപ്പമില്ല. അയ്യോ എന്നാൽ എൻ്റെ കുഞ്ഞ് റൂമിൽ ഒറ്റയ്ക്ക് പോകണ്ട. ദേവട്ടാ, എൻ്റെ കൊച്ചിനെ അങ്ങോട്ട് ആക്കിയോട്, അവളങ്ങ് പോട്ടെ. എന്തിന് ആരാക്കി കൊടുക്കണ്ട, അവൾക്ക് നടന്ന് പോകാന്നുള്ളതേ ഉള്ളൂ. കൂത്തോടെ വേണ്ടിയിട്ടൊന്ന് നിൽക്കുക അവള്. ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ എവിടേക്കാണ് സ്നേഹമില്ല പണ്ടേ. എന്നാൽ ദത്തെടുത്തുന്നല്ലേ പറഞ്ഞേ, ഞാൻ പൊക്കോളാം. അയ്യോ മോളെ പോകണ്ട, നിൽക്കി. അല്ലെങ്കിൽ ആൻറ്റി എൻ്റെ പൊണ്ണ് കെട്ടിത്തരാം. അവിടെ ദേവട്ടാ ഒന്ന് റൂമിലോട്ടേക്കോട്. വേണ്ട ആൻറ്റി, ഞാൻ പൊക്കോളാം, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല.
ഞാൻ റൂമിലോട്ടേക്ക് വെക്കോളാം. അയ്യോ എൻ്റെ കാല്. ഓ ഡി ഇവിടെ പാടി. അയ്യോ താൻ എന്തുവാണോ കാണിക്കുന്നേ? എൻ്റെ തറയിനത്രോ എല്ലാവരും നോക്കുന്നു. അടങ്ങി കിടന്നു വേണം മര്യാദയ്ക്ക് ഉണ്ടെങ്കിൽ അടുത്ത റോട്ടി ഇടിങ്ങ കടലോടി. ആൻറ്റി ഞാനിവളെ റൂമിലാക്കിയേക്കാം, ഞാൻ കെട്ടിക്കൊടുത്തോളാം കേട്ടോ. ആ മോനെ നിൻ്റെ അല്ലെങ്കിൽ അവൾ മിണ്ടാതിരിക്കുന്നല്ലോ. ചെല്ല അങ്ങോട്ട് മക്കള്. ആടാ ചെല്ല്, സൂക്ഷിച്ചു കൊണ്ടുപോകണേ വെച്ചിന്. തറയിലൊന്നും ഇടല്ലേ മക്കള്. ചെല്ല്, കൊല്ലാൻ കൊണ്ടുപോകണം. ഓ എന്തായാലും രണ്ട് നല്ല ചേർച്ചുണ്ട്, പിടിച്ച് കെട്ടിച്ചാലോടി നമുക്ക്. നീ ഒന്ന് ചുമ്മാ ഞാൻ കൊച്ചിൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കാം. ഇങ്ങനെ ഉണ്ട് പിള്ളേര്. താങ്ക് യു സാറ്. ഇനി പൊക്കോ, ഞാൻ കെട്ടിക്കോളാം. നീ ആ കാലെടുത്ത് ദാ ഈ ബെഡിലോട്ട് വെക്ക്. എന്തിന്? ഞാൻ ചെയ്തോളാം സാർ. ഇത് ഉപകാരത്തിന് എന്തായാലും നന്ദി. സാറ് പോ. ചീ വെക്കടി പുള്ളി അങ്ങോട്ട്. ഇങ്ങോട്ട് കാലെടുത്ത് വെക്കാനാ പറഞ്ഞ്. വെക്കടി അവിടെ. ആ എൻ്റെ പൊന്നു. നീ കാല് വെക്കുന്നതാ ഞാൻ കാല് പിടിച്ച് നോക്കുന്നോ? വെക്കടി അവിടെ കാലങ്ങോട്ട്. ഇങ്ങോട്ട് അടിക്കണം കാലോടി. വേദനിക്കുന്നു. വേദനിക്കാതിരിക്കും, കുറച്ചു നേരം ഉണ്ടായിരിക്കും. നല്ല വേദനുണ്ടാ? സാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ നിന്ന ഒരു ഇൻട്രൊഡക്ഷൻ? ചോദിച്ചോളൂ, പറ. സാർ ഞാൻ സാറിൻ്റെ ആരാണ്? പറ, ഞാൻ ആരാണ്? യു ആർ മൈ സ്പെഷ്യൽ വൺ. അത്ര അറിഞ്ഞാൽ പോരെ? അത്ര അറിഞ്ഞാൽ പോരെന്നോ? സ്പെഷ്യൽ വൺ എന്ന് വെച്ചാൽ? സ്പെഷ്യൽ വൺ എന്ന് വെച്ചാൽ എൻ്റെ മാത്രം സ്പെഷ്യൽ വൺ. ഉണ്ടാക്കാൻ നീ നോക്കുന്നേ. പിന്നെ നിനക്ക് ധാവണിയും സാരി ഉടുക്കാൻ അറിഞ്ഞൂടെങ്കിൽ ഇനി ഉടുത്ത ഞാൻ കത്തിക്കും അത്. ആ ഞാൻ തന്നെയാ പറയുന്നത്. ഉടുക്കാറില്ലെങ്കിൽ ഉടുക്കണ്ട കേട്ടോ. ലാസ്റ്റ് വാണിങ്ങാ. ഓക്കെ.